രാജ്യത്ത് രാഹുൽ ഗാന്ധി ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ചാണ് പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അടിസ്ഥാന വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതി രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിലേറിയാൽ ഉടൻ തന്നെ ചെയ്യുമെന്നാണ് രാഹുൽ ഗാന്ധി ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ച് പറഞ്ഞത്. എന്താണ് ഈ അടിസ്ഥാന വരുമാനം? അടിസ്ഥാന വരുമാനം പൊതുജനങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നേട്ടം എന്താണ്? അതിനുവേണ്ടി ഒരു കണക്ക് പറയാം. രാജ്യത്ത് ഇന്നും 20 കോടി ജനങ്ങൾ പട്ടിണിയിലാണ്, അതായത് അത്താഴ പട്ടിണിക്കാരാണ്. രാജ്യത്ത് ജാർഖണ്ഡിൽ ഒരു സംഭവം നടന്നു. 11 വയസ്സുള്ള ഒരു കുട്ടി, സന്തോഷി എന്ന ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി. മരണകാരണം വിശപ്പാണ്. കൃത്യമായി അന്വേഷിച്ച അധികൃതർ കാര്യമറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. 6 മാസത്തോളമായി സന്തോഷിയുടെ കുടുംബത്തിന് റേഷൻ ലഭിച്ചിട്ടില്ല. എത്ര ഗൗരവമായി ചിന്തിക്കപ്പെടേണ്ട ഒരു വലിയ വസ്തുതയാണ്. രാജ്യത്ത് 1 കോടി ജനങ്ങൾ പട്ടിണി മൂലമുള്ള രോഗവും കാരണം മരണപ്പെടുന്നുണ്ട്. 79% നവജാത ശിശുക്കൾക്ക് തൂക്കം കുറവാണ്. 30% നവജാത ശിശുക്കൾക്ക് ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കുറവാണ്. 7000 പേർ മരണപ്പെടുമ്പോൾ അതിൽ 4500 പേരും കുട്ടികളാണ്. ലോകത്ത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് നമ്മുടെ രാജ്യത്താണ്. അതായത് 1,05,00,000 കുട്ടികൾ പ്രതിവർഷം ഈ രാജ്യത്ത് മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയാൽ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് രാജ്യം ഇന്നും പട്ടിണിയിൽ തന്നെയാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, 20 കോടി ജനങ്ങൾ ഈ രാജ്യത്ത് അത്താഴ പട്ടിണിക്കാര് എന്നുള്ളത്. ഇത് കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ കണക്കുകളെ മറികടന്ന, ഈ കണക്കുകൾക്ക് ഒരു ഉത്തരം നൽകണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കുറച്ച് പദ്ധതികൾ നടപ്പിൽ വരുത്തി. ആയുഷ്മാൻ ഭാരത്, പോഷൻ അഭിയാൻ പോലെയുള്ള പദ്ധതികൾ, അതായത് ഫ്രീ ആയി മരുന്നുകൾ നൽകുക, ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക്, 6 വയസ്സുള്ള കുട്ടികൾക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ അവർക്ക് പോഷകാഹാരങ്ങൾ നൽകാൻ, അവർക്ക് മരുന്നുകൾ നൽകാനുള്ള ഒരുപാട് പദ്ധതികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നു. പദ്ധതികളുമായി മുന്നോട്ട് വന്നത് പ്രശംസനീയമാണ്. എന്നാൽ ഈ പദ്ധതി നടപ്പിൽ വരാതെ പോയി. അപ്പോൾ ഈ പദ്ധതി നടപ്പിൽ വരാതെ പോയത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് കേന്ദ്ര സർക്കാർ നേരിട്ടിട്ടുള്ളത്. എന്നാൽ ഈ പദ്ധതിക്ക് പകരമായിട്ടാണ് രാഹുൽ ഗാന്ധി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അടിസ്ഥാന വരുമാനം. അതായത് എല്ലാ ജനങ്ങൾക്കും അടിസ്ഥാന വരുമാനം ലഭിക്കുമ്പോൾ പട്ടിണിയിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി സാധിക്കും. അതായത് നേരത്തെ പറഞ്ഞ കണക്കുകൾ പ്രകാരം 1 കോടിയിലധികം ആളുകൾ രാജ്യത്ത് പട്ടിണി മൂലമുള്ള രോഗവും കാരണം മരണപ്പെടുമ്പോൾ ഈ അടിസ്ഥാന വരുമാനം പട്ടിണിയെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ ഏറ്റവും വലിയ പദ്ധതിയായി മുന്നിലോട്ട് കൊണ്ടുവരാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ അടിസ്ഥാന വരുമാനം, അതായത് ഓരോ ജനങ്ങൾക്കും അടിസ്ഥാന വരുമാനം എന്നുള്ള ഈ പദ്ധതിയെ സോഷ്യൽ മീഡിയ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത്. ഇതിനെക്കുറിച്ച് VT ബൽറാം പറഞ്ഞ കുറച്ച് വാക്കുകൾ വളരെയധികം ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ അടിസ്ഥാന വരുമാനത്തിന് സാധിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തെ തന്നെ പട്ടിണിയെ മാറ്റാനുള്ള ഒരു വലിയ പദ്ധതിയായി മാറുമെന്നുള്ളതാണ് VT ബൽറാം MLA ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. ഇതിൽ നിന്ന് അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പോഷൻ അഭിയാൻ, അതുപോലെ തന്നെ മറ്റുള്ള പദ്ധതികളൊക്കെ പാതി വഴിയിൽ നിൽക്കുമ്പോൾ രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അടിസ്ഥാന വരുമാനം എന്നുള്ള പദ്ധതിയെ മുന്നിൽ നിർത്തി അത് നടപ്പിൽ വരുത്താൻ വേണ്ടി പ്രയത്നിക്കുമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അതായത് മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും വാക്കുപാലിച്ച സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്ക് പാലിക്കുമെന്നുള്ള ഒരു വിശ്വാസം പൊതുജനങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ അടിസ്ഥാന വരുമാനം എന്നുള്ളത് വ്യക്തമാക്കി ഒരു പൗരൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് രാഹുലിന് വലിയ നേട്ടം തന്നെയായിരിക്കും നൽകുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.